ടീച്ചിങ് ആൻഡ് നോൺ ടീച്ചിങ് സ്റ്റാഫ് ഓഫ് ICM തിരുവനന്തപുരം, പ്രിയപ്പെട്ട സ്റ്റുഡൻസ്. അപ്പോൾ ഇന്ന് വന്ദേ മാതരം നവംബർ 7-ാം തീയതി 150 വർഷങ്ങൾക്ക് മുന്നേ, കൃത്യമായി പറഞ്ഞ നവംബർ 7, 1875 1875 ശ്രീ ബങ്കിം ചന്ദ്ര ചാറ്റർജി വന്ദേ മാതരം കമ്പോസ് ചെയ്തത് ഈ ദിവസമാണ്. തുടർന്ന് 1882 അദ്ദേഹത്തിന്റെ തന്നെ നോവലായ ആനന്ദമത്, അതിലാണ് വന്ദേ മാതരം ആദ്യമായി പബ്ലിഷായി വന്നത്. വന്ദേ മാതരം ആദ്യം പാടിയതാരെന്ന് അറിയോ? ആദ്യമായി വന്ദേ മാതരം ആരാണ് പാടിയതെന്ന്? നമ്മുടെ ശ്രീ രവീന്ദ്രനാഥ് ടാഗോർ ആണ് പാടിയത്. അദ്ദേഹം ആദ്യമായി അത് പാടിയത് 1896 1896. ഇനി നിങ്ങളോടൊരു ചോദ്യം, ഇന്ത്യയുടെ നാഷണൽ സോങ് ഏതാണ്? വന്ദേ മാതരം. വന്ദേ മാതരം നാഷണൽ സോങ്ങായി ഡിക്ലെയർ ചെയ്യപ്പെട്ടത് 1950 കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ വെച്ച് വന്ദേ മാതരത്തെ നാഷണൽ സോങ്ങായി അംഗീകരിച്ചിട്ടുണ്ട്. അപ്പോൾ 150ാം ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യുന്ന ഈ അവസരത്തിൽ നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ വളരെ വിപുലമായ പരിപാടികൾ, വിപുലം എന്ന് പറഞ്ഞാൽ 1 വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾക്കാണ് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളോട് അതിനനുസരിച്ചിട്ട് ഉള്ള പരിപാടികൾ തയ്യാറാക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിൻ്റെ ആദ്യ ഘട്ടമാണ് ഇന്നിവിടെ നവംബർ 7 മുതൽ 14 വരെ നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളാണ്. അതിനുശേഷം റിപ്പബ്ലിക് ഡേയോടനുബന്ധിച്ച് ജാനുവരിയിലും ഇൻഡിപെൻഡൻസ് ഡേയോടനുബന്ധിച്ച് ഓഗസ്റ്റിലും, തുടർന്ന് അടുത്ത വർഷം ഇതേ സമയം ഇതേ ദിവസം അവസാനിക്കുന്ന രീതിയിലാണ് പരിപാടികൾ പ്ലാൻ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ തുടക്കമെന്നോണം ഇന്ന് ഇന്ത്യയിൽ എല്ലായിടത്തുമുള്ള എല്ലാ ഓഫീസുകളിലും എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും എല്ലാം അവിടെയുള്ളവരെല്ലാം ഒന്നു ചേർന്ന് വന്ദേ മാതരത്തിൻ്റെ മുഴുവൻ സോങ്ങും പാടാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കും പാടാം വന്ദേ മാതരം. വന്ദേ എന്ന് വെച്ചാൽ എന്താണ്? സ്തുതിക്കുന്നു അല്ലെങ്കിൽ വണങ്ങുന്നു. മാതരം എന്ന് വെച്ചാൽ അമ്മ, മാതാവ്. അമ്മയെ നിന്നെ ഞാൻ വണങ്ങുന്നു എന്നാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒന്നു ചേർന്ന് ഭാരതമാതാവിനെ വന്ദിക്കാം. വന്ദേ മാതരം. Sujala
നമ്മുടെ ഈ വന്ദേമാതരം 150-ാം വർഷം ആഘോഷിക്കുന്നത് എല്ലാവരും പറയുന്നത് ഇതിൻ്റെ ഒരു ചരിത്രം വലിയ നമ്മുടെ അടുത്ത കാലം വരെ ഒരു നിങ്ങൾക്ക് ഉന്നയിക്കുന്നവർക്ക് അറിയാൻ സാധ്യതയില്ല. 30 വർഷം വരെ മുമ്പ് വരെ ഈ ഗാനം ആലപിക്കുന്നത് വളരെ വെറുക്കപ്പെട്ടിരിക്കുക അല്ലെങ്കിൽ അതിനെ എതിർക്കപ്പെടുന്ന ഒരു കാലഘട്ടമായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ചരിത്രമെടുത്ത് പരിശോധിച്ച തുടക്കം പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കം വളരെ ആദ്യത്തെ ദേശീയ ഗാനമായിട്ട് അംഗീകരിക്കാൻ 1947 കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി കൂടിയപ്പോൾ ഈ ഗാനത്തെയാണ് ദേശീയ ഗാനമായിട്ട് അംഗീകരിക്കാനിരുന്നു. പക്ഷെ ഇതിലുള്ള ചില വരികളുടെ അർത്ഥം ചില കോൺട്രവേഴ്സ്യൽ ആയതുകൊണ്ട് അന്ന് ഇതിൻ്റെ വരികൾ ചിലത് മാറ്റാൻ തീരുമാനിച്ചു. അപ്പോൾ വരികൾ മാറ്റിക്കഴിഞ്ഞാൽ ഗാനത്തിൻ്റെ മുഴുവൻ അർത്ഥവും മാറും എന്നുള്ളത് കൊണ്ട് പിന്നെ ആ വരികൾ മാറ്റിയില്ല. പിന്നീടാണ് ജനഗണമന നമ്മുടെ ദേശീയ ഗാനമായിട്ട് പ്രസിഡന്റ് അസംബ്ലി അംഗീകരിച്ചു. ശരിക്കും ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ ആ കാലഘട്ടത്തിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ നമ്മുടെ ഗാന്ധി സിനിമ തന്നെ എടുത്താൽ നമുക്ക് കാണാൻ കഴിയും. അതിൽ ഉടനീളം 47 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഒരു 1920 മുതൽ 47 വരെയുള്ള കാലഘട്ടങ്ങളിൽ എല്ലാ സമര കാഹളങ്ങളിലെയും സമരകാഹളം എന്ന് പറയുന്നത് തന്നെ വന്ദേമാതരം ആലപിക്കാവുന്നതായിരുന്നു. എല്ലാ യാത്രകളും സമര പ്രഖ്യാപനങ്ങളും എല്ലാ സ്വാതന്ത്ര്യ സമരത്തിന്റെ എല്ലാ ഘട്ടത്തിലും ഈ ഗാനം മുഴങ്ങി നിന്ന് എല്ലാവരെയും ഒരുമിപ്പിച്ച എന്ന് പറഞ്ഞാൽ അന്ന് സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു രാജ്യം ഒറ്റക്കെട്ടായിട്ട് ഒരുമിച്ച് മുന്നോട്ട് പോയ കാലഘട്ടത്തിൽ അതിനെ മുത്തുമാലയിലെ ചരട് പോലെ എല്ലാവരെയും ഒരുമിപ്പിച്ച ഒരു ഗാനമായിരുന്നു ഈ വന്ദേമാതരം എന്ന് പറയുന്നത്. അതിൻ്റെ ഇപ്പോൾ നിങ്ങൾ ആലപിച്ചപ്പോൾ തന്നെ അതിൻ്റെ ഒരു സ്വര മാധുരി നമുക്ക് മനസ്സിലായി കാണും. എന്നിരുന്നാലും അടുത്ത കാലത്താണ് ഇതിൻ്റെ ഒരു സ്വീകാര്യത കൂടുകയും നമ്മുടെ ബഹുമാനപ്പെട്ട മ്യൂസീഷ്യൻ AR റഹ്മാൻ, വന്ദേമാതരം, പണ്ഡിറ്റ് ഭീംസെൻ ജോഷി ഇവരുടെയൊക്കെ ആലാപനത്തോടു കൂടി അതിൻ്റെ ഒരു പുതിയ വ്യാഖ്യാനമൊക്കെ വന്നപ്പോഴാണ് ജനമനസ്സുകളിലേക്ക് തിരിച്ചത് വീണ്ടും വന്ദേമാതരം വരികയും ഇപ്പോൾ ഈ വർഷം നമ്മുടെ 150 വർഷം ആഘോഷിക്കുന്ന ഒരു അവസരത്തിലേക്ക് എത്തുകയും ചെയ്തു. അത് എന്ത് തന്നെയാണ് നമ്മുടെ പോലുള്ള എല്ലാ ന്യൂ ജൻസിയുടെ കാലഘട്ടത്തിൽ ആ ഒരു പഴയ നമ്മുടെ രാജ്യം തന്നെ ഉണ്ടാക്കിയ ഭാരതം എന്ന് പറയുന്ന രാജ്യം തന്നെ ഉണ്ടാക്കാൻ കാരണഭൂതരായ പല വ്യക്തികളിൽ കൂടി പല പ്രസ്ഥാനങ്ങളിൽ കൂടി അതിൻ്റെ കൂടെ ഒരു ഗാനവും കൂടി വന്നു ചേർന്നു എന്നുള്ളതും അത് നമ്മളെ പോലുള്ള ആൾക്കാർ മനസ്സിലാക്കാനും ഇടപെടാനും ഈ മേള നമ്മളെ സഹായിക്കുന്നു എന്നുള്ളത് നമുക്ക് വളരെ സന്തോഷമുള്ളതാണ്. ഈ അവസരത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വന്ദേമാതരം ആശംസകൾ. നന്ദി, നമസ്കാരം. Dear Director Dr. Vijay Mohan Nair sir, faculty colleagues, office staff and dear students. സത്യത്തിൽ ഒരു നന്ദി പറച്ചിലിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല. കാരണം ഇത് എൻ്റെയോ നിങ്ങളുടെ വ്യക്തിപരമായോ ഒരാവശ്യമല്ല, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ നമ്മുടെ ആവശ്യമാണ്. ആ ആവശ്യം വളരെ മനോഹരമായി ഇന്നിവിടെ സമാരംഭിച്ചു. അതുപോലെ തന്നെ ഇനി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഒരാഘോഷം വന്ദേമാതരം ഒരു വർഷത്തെ ആഘോഷമാണ്. 4 ഫേസസ് ആയി നമ്മളത് സെലിബ്രേറ്റ് ചെയ്യും. ആ 4 ഫേസസിന്റെ ഫസ്റ്റ് ഫേസ് ആണ് ഇന്ന് നമ്മളിവിടെ തുടങ്ങിയിരിക്കുന്നത്. ഒരു തുടക്കം മാത്രമാണ്. ഇനി ഓരോ ഘട്ടങ്ങളിലായി ഇതിന്റെ പല രീതിയിലുള്ള ആഘോഷങ്ങളിലൂടെ ഒരു വർഷം നമ്മളിത് ആഘോഷിക്കും. അപ്പൊ അതിന്റെ ഭാഗമായി ആദ്യത്തെ ഒരു വന്ദേമാതരം സോങ് അതിന്റെ ആലാപനമാണ് ഇന്നിവിടെ നടന്നത്. അതിനാദ്യം എനിക്ക് ഏറ്റവും ആദ്യമായി നന്ദി പറയാനുള്ളത് ആ ഒരു കാര്യം ആദ്യം ആവശ്യപ്പെട്ടപ്പോൾ ഇത്രയും നല്ല രീതിയിൽ ഇന്നലെ മുതൽ ഇന്ന് ഈ സമയം വരെ നമ്മളോടൊപ്പം നമ്മളെ പോലെ സപ്പോർട്ട് ചെയ്ത് നിന്ന
നമ്മുടെ ICMന്റെ സ്റ്റുഡൻസിനെ തന്നെയാണ് ആദ്യമേ തന്നെ അവരോടുള്ള നന്ദി അറിയിക്കുന്നു. ഫുള്ളി പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഇന്നലെയും മുഴുവൻ നമ്മളോടൊപ്പം നമുക്ക് ഊർജം പകർന്നുകൊണ്ട് നിന്ന് അവരെ ഓരോരുത്തർക്കുമുള്ള നന്ദി ICMന്റെയും എന്റെയും പേരിൽ അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇതിന് എല്ലാവിധ സപ്പോർട്ടും നൽകിയ നമ്മുടെ സ്ഥാപനത്തിന്റെ ഡയറക്ടർ ഡോക്ടർ വി ജയമോഹൻ നായർ സാറിനുള്ള നന്ദി അറിയിക്കുന്നു. എല്ലാ സ്റ്റാഫിനുമുള്ള സപ്പോർട്ടിംഗ് സ്റ്റാഫ് ആയിക്കോട്ടെ, ഫാക്കൽറ്റി സ്റ്റാഫ് ആയിക്കോട്ടെ, ബാക്കി എല്ലാ സ്റ്റാഫിനും ഇന്നലെ റിഹേഴ്സൽ മുതൽ ഇതുവരെ ഞങ്ങൾ ആഗ്രഹിച്ച പ്രകാരം എല്ലാ കാര്യങ്ങൾക്കും പങ്കെടുത്ത ഓരോരുത്തർക്കുമുള്ള നന്ദി എന്റെയും ICMന്റെയും പേരിൽ അറിയിക്കുന്നു. താങ്ക് യു.